അടുത്ത ടോപ്പിക്ക് ഓർഗാനോമെറ്റാലിക് ഡെൻഡ്രിമേഴ്സ്. ഇപ്പോൾ ഡെൻഡ്രിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ കാസ്കേഡ് മോളിക്യൂൾസിനെയാണ് പറയുക. കാസ്കേഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കുറേ സ്റ്റേജുകളിലൂടെ ഇൻട്രാക്ഷൻ നടത്തിയിട്ട് ഉണ്ടാവുന്ന ഒരു സീരീസ് ഓഫ് മോളിക്യൂളർ ഇൻട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു സ്റ്റേജിൽ ഇൻട്രാക്ഷൻ നടന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജ്, എന്നിട്ട് വീണ്ടും ഇൻട്രാക്ഷൻ, അങ്ങനെ കുറേ സീരീസ് ഓഫ് ഇൻട്രാക്ഷൻസ് നടന്നിട്ടുണ്ടാകുന്ന മോളിക്യൂൾസിനെയാണ് കാസ്കേഡ് മോളിക്യൂൾസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസാണ് ഉണ്ടാവുക. അതായത് കുറേ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് സ്റ്റെപ്പുകൾ നടന്നിട്ടുണ്ടാവുന്നതാണ്. 3 ഡയമെൻഷണൽ ഹൈലി ബ്രാഞ്ച്ഡ് മാക്രോ മോളിക്യൂൾസ് ആയിരിക്കും. നല്ലോണം ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ജനറലി ഡെൻഡ്രിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള മോളിക്യൂൾസ് ഏതെങ്കിലും ഒരു കോറിൽ, സെൻട്രൽ പോർഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു കോറ് വെച്ചിട്ട് ഒറിജിനേറ്റ് ചെയ്യും. ഒരു ട്രീ പോലെ ഇങ്ങനെ ഗ്രോ ചെയ്ത് പിന്നെ സ്പ്ലിറ്റപ്പ് ആക്കും ബ്രാഞ്ചസ് ആയിട്ട്. ഒരു കോറുണ്ടായിരിക്കും, അതിൽ നിന്ന് ട്രീ പോലെ വളരും, ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റപ്പ് ആവും. അപ്പോൾ ഈ സ്പ്ലിറ്റപ്പ് ആയിട്ട് എപ്പോഴാണോ അതിൻ്റെ ഫർദർ റിയാക്ഷൻ സ്റ്റെറിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെറിക് ഫോഴ്സസ് എന്താ പറയുക ബ്ലോക്ക് ചെയ്യുന്നത്, അതുവരെ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും വേറെ എക്സ്റ്റേണൽ സ്റ്റെറിക് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ആ ബ്രാഞ്ചസിൻ്റെ ഗ്രോത്ത് നിൽക്കും. അപ്പോൾ ഇതിൽ ഓരോ ബ്രാഞ്ചിങ് യൂണിറ്റിനെയും നമ്മൾ ജനറേഷൻ എന്നാണ് പറയുക. ഒരു ബ്രാഞ്ച് ഉണ്ടായിട്ട് കോറന്ന് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഒന്നിൽ നിന്ന് അടുത്ത ബ്രാഞ്ച് ഉണ്ടാകുന്നതിന് ആ യൂണിറ്റ് നമ്മൾ ജനറേഷൻ, ഒരു ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ, C1 ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള പോളിമേഴ്സിൽ നോക്കുന്ന സമയത്ത് അവിടെ മോളിക്കുലർ വെയിറ്റ് ഒരു റേഞ്ച് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഒറ്റ വാല്യൂ അല്ലാതെ ഇത്ര തൊട്ട് ഇത്ര വരെ അങ്ങനത്തെ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഡെൻഡ്രിമേഴ്സിൻ്റെ പ്രത്യേകത അവർക്ക് ഫിക്സ്ഡ് മോളിക്കുലർ വെയിറ്റ് ഉണ്ടായിരിക്കും. ഇത്ര ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു റേഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മാസ് സ്പെക്ട്രൽ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ഡിറ്റർമൈൻ ചെയ്യാറ്. പിന്നെ നമുക്ക് അതുകൊണ്ട് ഡെൻഡ്രിമേഴ്സിന് എന്താ പറയാം, നാനോ സൈസ്ഡ് ചെറുതായിരിക്കും, നാനോ സൈസ്ഡ് വെൽ ഡിഫൈൻഡ് മാക്രോ മോളിക്യൂൾസ് പറയാം. നാനോ സൈസ്ഡ് വെൽ ഡിഫൈൻഡ് മാക്രോ മോളിക്യൂൾസ് എന്ന് പറയാം. പിന്നെ ഒരു പ്രത്യേകത ഇവരുടെ പോളി ഡിസ്പെർസിറ്റി ഇൻഡെക്സ് PDA എന്ന് പറയുന്നത് 1 ആണ് വരിക, കുറവാണ്. അപ്പോൾ അതിന് നല്ലതാണെന്നാണ് അർത്ഥം. PDA കുറവുള്ളതാണ് ഹോമോജനിറ്റിയുടെ മെഷർമെൻറ്റ്, ഹെട്രോജനിറ്റിയുടെ. അപ്പോൾ നമ്മളിതുപോലെ ഡെൻഡ്രിമേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, മെറ്റലോസീൻസ് വെച്ചിട്ട് അതുപോലെ ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സ് വെച്ചിട്ട് നമ്മൾ ഡെൻഡ്രിമേഴ്സിനെ ഓർഗാനോമെറ്റാലിക് ഡെൻഡ്രിമേഴ്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൽ നമുക്ക് ഒന്നുകിൽ ഈ കോംപ്ലക്സിൽ ഓർഗാനോമെറ്റാലിക് ആയിട്ടുള്ള ഭാഗം സെൻറ്ററിലാവാം, അല്ലെങ്കിൽ സ്പെസിഫിക് ബ്രാഞ്ചിങ് പോയിൻറ്റ്സ്, അതായത് ഇവിടെ വെച്ചിട്ടാണ് ഒരു ബ്രാഞ്ചുകളിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിൻറ്റ്സിലാവാം, അല്ലെങ്കിൽ പെരിഫറിയിലാവാം. ഡെൻഡ്രിമേഴ്സിൻ്റെ 3 കണ്ടീഷനാണ് ഫിഗർ കൊടുത്തിട്ടുള്ളത്. സെൻറ്റർ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓർഗാനോമെറ്റാലിക് മൊയിറ്റ് വരിക. ഇത് സ്പെസിഫിക് ബ്രാഞ്ചിങ് പോയിന്റ്, ചില ബ്രാഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്നതിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സിൽ, ഇത് പെരിഫറിയിൽ, അതാണ് ഏറ്റവും അറ്റത്ത് വരുന്നത്. അങ്ങനെ 3 ടൈപ്പിൽ നമുക്ക് ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സുകൾ കാണാം ഡെൻഡ്രിമേഴ്സിന്. അപ്പോൾ നമ്മൾ ഓർഗാനോമെറ്റാലിക് ഡെൻഡ്രിമേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ആദ്യമായിട്ട് 1980s ആ സമയത്താണ് ഡെൻഡ്രിമേഴ്സിനെ ഡിസ്കവർ ചെയ്തത്. വെറും ഡെൻഡ്രിമേഴ്സിനെ ഡിസ്കവർ ചെയ്തിട്ട് ഇത് സമയത്ത് അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയില്ല, ക്യൂരിയോസിറ്റി ഉള്ള ഒരു മോളിക്യൂൾ അത്രയും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ മാക്രോ മോളിക്യൂൾസിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ സമയത്ത് കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്, വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നീട് മനസ്സിലായതുകൊണ്ടാണ് കറ്റാലിസിസ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ മീൻസ് ഉപയോഗിക്കുന്ന സ്ഥലം. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഷേപ്പല്ല, അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ഒരു എൻസൈമിൻ്റെ അപ്രോപ്രിയേറ്റ് സൈസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഷേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, സാധാ കാറ്റലിസ്റ്റ് പോലെ, കാറ്റലിസ്റ്റിൻ്റെ ആക്റ്റീവ് സൈറ്റ് പോലെ ഇതിൽ മൾട്ടി സൈറ്റ് കാറ്റലിറ്റിക് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, വലിയ മോളിക്യൂൾ ആയതുകൊണ്ട്. അപ്പോൾ അതിൽ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ എത്തി, അങ്ങനെ ജനറേഷൻസ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊരു ഗ്ലോബ്യുലർ ആയിട്ടുള്ള ഷേപ്പിലേക്ക് മാറും. നമ്മുടെ വൈറസ്, ന്യൂറോൺസ്, അതിൻ്റെ ഒക്കെ ഏകദേശം ഷേപ്പാണ് ഗ്ലോബുലർ ഷേപ്പ് എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് മാറും. അപ്പോൾ അങ്ങനത്തെ അപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഒരു ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ ബേസ് ആയിട്ടുള്ള ഡെൻഡ്രിമേഴ്സ്, എല്ലാതുമല്ല ചിലത് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ഡെൻഡ്രിമറിന് 24 യൂണിറ്റ് ഉണ്ട്. കോംപ്ലക്സ്ഡ് ഗാഡോലിനിയം എന്ന് പറയുന്ന ഒരു മെറ്റൽ, റയർ എർത്ത് മെറ്റലാണ്. നമ്മൾ MRI സ്കാനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ കോൺട്രാസ്റ്റ് സ്റ്റേജിൻ്റെ ആയിട്ട്, അതായത് നമ്മളിങ്ങനെ ഒരു സാധനം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് വിസിബിളായിട്ട് കാണാം. കോൺട്രാസ്റ്റ് സ്റ്റേജിൻ്റെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റയർ എർത്ത് മെറ്റലാണ് ഗാഡോലിനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈസിൻ ബേസ്ഡ് ഡെൻഡ്രിമറിന് എന്തുണ്ട്, അതിലെ മെറ്റൽ എന്ന് പറയുന്നത് ഓർഗാനോമെറ്റൽ എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ ഉണ്ടായിരിക്കുമല്ലോ, ആ മെറ്റൽ ഇതിൻ്റെ പെരിഫറിയിലാണ് ഉള്ളത്. അതായത് പെരിഫറി എന്ന് പറയുമ്പോൾ ഈ സ്ട്രക്ചറാണ് വരിക.
അതുപോലെ അറ്റത്ത് ഈ മെറ്റൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മെറ്റൽ നമുക്ക് അതിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റീനൽ ഭാഗത്ത് നിന്നുള്ള എലിമിനേഷൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ, അതുപോലെ ഹയർ ഇൻട്രാവാസ്കുലർ റിട്ടൻഷൻ, ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? MRI സ്റ്റഡീസിൽ കോൺട്രാസ്റ്റ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന ഗാഡോലിനിയം ഉള്ളതുകൊണ്ട് ഈ ഓർഗാനോമെറ്റാലിക് ഡെൻഡ്രിമറിന് നമുക്ക് ഈ 2 ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റും മെഡിക്കൽ ഫീൽഡിൽ. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെൻസർ അതുപോലെ ലൂമിനസെൻസ് കാണിക്കുന്ന മോളിക്യൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇതൊക്കെയാണ് സാധാരണ ഡെൻഡ്രിമേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ. ഇതാണ് നമുക്ക് ഓർഗാനോമെറ്റാലിക് ഡെൻഡ്രിമർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും ഉപയോഗിക്കും. അപ്പം അതിലും ഇതുപോലെ ഇതിലാണെങ്കിൽ ഒന്നുകിൽ സെൻറ്ററിലുണ്ടായിരിക്കും അല്ലെങ്കിൽ പെരിഫറിയിൽ ഉണ്ടായിരിക്കും ഓർഗാനോമെറ്റാലിക് ഡെൻഡ്രിമേഴ്സിൽ മെയിനായിട്ട്. അതായത് ഈ അപ്ലിക്കേഷൻസിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിലൊരു എക്സാമ്പിൾ ഡെക്ക അല്ലൈൽ ഫെറോസിൻ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഉണ്ടോ? ഡെക്ക അല്ലൈൽ 10 ഉണ്ടാവും, 5 വെച്ചിട്ട് ഡെക്ക അല്ലൈൽ ഗ്രൂപ്പ്. ഡെക്ക അല്ലൈൽ ഫെറോസിൻ എന്ന് പറയുന്നത് ഫെറോസിൻ ബേസ്ഡ് ആയിട്ടുള്ള ഡെൻഡ്രിമർ, ഓർഗാനോമെറ്റാലിക് ഡെൻഡ്രിമറിന് ഒരു എക്സാമ്പിളാണ്. നമ്മൾ ആ റിങ്ങിൽ നിന്ന് KHഉം THFും വെച്ചിട്ട് ടെട്രാഹൈഡ്രോഫ്യൂറോണും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്യുന്നതാണ് FeCl2ൻ്റെ പ്രസൻസിൽ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു സിന്തസിസ് ഒരു എക്സാമ്പിളാണ്. പിന്നെ സിന്തസിസ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ് ഹൈഡ്രോസിലൈലേഷൻ. ഹൈഡ്രോസിലൈലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബോൺസ് ഉണ്ടായിരിക്കുമല്ലോ, അതിലേക്ക് നമ്മൾ സിലിക്കൺ ഹൈഡ്രൈഡ് ബോൺസിന് ആഡ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഹൈഡ്രോസിലൈലേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡെൻഡ്രിമർ സിന്തസിസിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കോമൺ ആയിട്ടുള്ള റിയാക്ഷനാണ്. ഈ ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതിന് നമുക്ക് ഇലസ്ട്രേഷൻ ഉണ്ട്, കണ്ടോ? അത് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സിന്തസിസ് ഓഫ് ഡെൻഡ്രിമർ എന്ന് പറയുന്നത് 2 മെത്തേഡാണുള്ളത്. ഡൈവേർജൻ്റ് മെത്തേഡും കൺവേർജൻ്റ് മെത്തേഡും. മെയിനായിട്ട് 2 മെത്തേഡാണുള്ളത്. ഇപ്പോൾ കൺവേർജൻ്റ് മെത്തേഡാണ് ഡൈവേർജൻ്റ് മെത്തേഡാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1978. അതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിങ് യൂണിറ്റ് കോറിനോട് അറ്റാച്ച് ചെയ്തു, പിന്നെ ഉടനെ അടുത്ത ബ്രാഞ്ചിങ് യൂണിറ്റ് അറ്റാച്ച് ചെയ്തു. സക്സസീവായിട്ട് ഓരോരോ ബ്രാഞ്ചിങ് യൂണിറ്റ് വൺ ആഫ്റ്റർ ദ അതർ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സിന്തസിസാണ് കൺവേർജൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡൈവേർജൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഡൈവേർജൻ്റ് മെത്തേഡ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതായത് ഒരു യൂണിറ്റുമ്പോൾ അടുത്തത് സക്സസീവ്ലി അറ്റാച്ച് ചെയ്ത് കോറിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ മോളിക്യൂൾ അവസാനം എന്താണ്? ഒരു സ്പെരിക്കൽ ഷേപ്പിലെത്തും, കുറേ പെരിഫറൽ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് ആ ബ്രാഞ്ചിന് മൾട്ടിപ്ലിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര യൂണിറ്റ് ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുക. ഇതിൽ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻസ് അങ്ങനെ കൂടുന്തോറും ഇൻകംപ്ലീറ്റ് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ത് സംഭവിക്കും? ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല പെരിഫറിയിൽ, മൊത്തത്തിൽ ഒരു നോൺ യൂണിഫോമിറ്റി ഉണ്ടാവും, മൊത്തത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇനി ഈ ഡ്രോബാക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നീട് നമ്മുടെ എന്ത് വന്നത്? കൺവേർജൻ്റ് സിന്തസിസ് വന്നത്. അതൊരു 1990 ആയപ്പോഴേക്കാണ് വന്നത്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെലിറ്റൺ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും സ്റ്റെപ്പ് വൈസ് ആയിട്ട്. അപ്പോൾ എൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഇൻസൈഡിലേക്ക് വരുന്ന പോലെയാണ് നമ്മളിതിൻ്റെ സിന്തസൈസ്. ആദ്യം എൻഡ് ഗ്രൂപ്പുകൾ സെറ്റാക്കും, എന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വരും, എന്നിട്ട് ഇത് പതുക്കെ കോറിലേക്ക് ലിങ്ക് ചെയ്ത് വരും. സക്സസീവ് ആയിട്ടല്ല വരുന്നത്, നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ എന്താണ്? കുറച്ചും കൂടെ നല്ല ഈൽഡ് നമുക്ക് ഡെൻഡ്രിമർ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഫെറോസിൻ കോറായിട്ട് ഉപയോഗിക്കുന്ന ഡെൻഡ്രിമേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അതിന് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡെൻഡ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഷൻസ് ബ്രാഞ്ചസ് ഒക്കെ എന്ത് ചെയ്യും? ഒരു നോൺ പോളാർ ഷീറ്റ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലുള്ള Fe അയണിനെ എൻകാപ്സുലേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അത് നോൺ പോളർ ആയതുകൊണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അയോണിനെ കോറിലേക്കുള്ള പെനിട്രേഷൻ ഒഴിവാക്കിയിട്ട് അതിനെ അയണിനെ അതായത് Feനെ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ ഈ കോറിലേക്കുള്ള ബാക്കി അയോൺസിൻ്റെ പെനിട്രേഷൻസ് ഒക്കെ അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സെൻട്രൽ ഫെറോസിൻ യൂണിറ്റിൽ ഓക്സിഡേഷൻ സംഭവിക്കില്ല, ഒന്നിനും അവിടേക്ക് എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഫെറോസീനിയം അയോണിൻ്റെ ഫോർമേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസൈർഡ് പ്രൊഡക്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഫോർമേഷൻ ഡീസ്റ്റെബിലൈസ് ചെയ്യും ആനോഡിക് ഷിഫ്റ്റ് വഴി. നമ്മളിപ്പോൾ ഒരു റെഡോക്സ് പൊട്ടൻഷ്യൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഫെറോസീനിയം അയോണിനെ ഉണ്ടാവാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതൊരു
ഡൈവേർജൻ്റ് സിന്തസിസിൻ്റെ ഒരു ഇക്വേഷനാണ്. ഇത് വലിയ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്വേഷൻസിനും കുറച്ച് സൈസ് ഉണ്ട്. അപ്പോൾ കുറേ ഇക്വേഷൻസിൽ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്നുമില്ല, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു ആൽക്കൈൽ അല്ല ആൽക്കീനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഡബിൾ ബോണ്ട് ഉള്ളതാണ് SiCl4 വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, അത് ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആയിട്ട് മാറി. സിലിക്കൺ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട്. ഇനി നമ്മളിതിൽ എന്ത് ചെയ്തു, കാർസ്റ്റേഡ്സ് കാറ്റലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് HiSiMeCl2 അതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന അടുത്ത റിയാക്റ്റൻ്റ്. അപ്പോൾ ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുക എന്ത് സംഭവിച്ചു, HSiMe2 ആണ് നമ്മൾ സിയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഓൾറെഡി സിലിക്കൺ ഉണ്ട്, മറ്റേ സൈഡിൽ ഡബിൾ ബോണ്ട് ആണുള്ളത്. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ ഭാഗത്ത് എന്ത് സംഭവിച്ചു, ഈ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ കോമ്പൗണ്ടിൽ സിലിക്കൺ വന്നിട്ട് അറ്റാച്ച് ചെയ്തു. അതുമ്പോൾ തന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു Cl ഉണ്ട്, H മാത്രമാണ് പോയിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ വന്ന് അറ്റാച്ച് ചെയ്തു. ഇതാണ് ജനറേഷൻ 1, ക്ലോറിൻ്റെ ജനറേഷൻ 1, ഒന്നാമത്തെ ക്ലോറിൻ മോളിക്യൂൾ അറ്റാച്ച് ചെയ്തു. അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ റിയാക്ഷൻ നിൽക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, വേറെ ഒരു പോസിബിലിറ്റി ഉള്ളത് ഒരു Clന് പകരം 2 Cl വരിക, ഒരു മീഥൈൽ, അതായത് നമ്മൾ ആഡ് ചെയ്യുന്നത് MECl2 ആണ്. HSiMeCl2 ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഇവിടെ ഒരു മോളിക്യൂൾ അല്ല, ഇവിടെ Me ഉണ്ടാവും, 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇത് ജനറേഷൻ 1 Cl2 നമുക്ക് പറയാം. ജനറേഷൻ 1 Cലും ജനറേഷൻ 1 Cl2. ഇനി ഈ ജനറേഷൻ 1 Cl2ലേക്ക് ഇതിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഈ കോമ്പൗണ്ടില്ലേ അത് പിന്നെയും ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു, അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടി 2 വട്ടം ആഡ് ചെയ്ത കാരണം. എന്നിട്ട് എന്ത് ചെയ്തു, രണ്ടാമത് നമ്മൾ എന്താ ചെയ്ത് കാസ്റ്റേഡ്സ് കാറ്റലിസ്റ്റും HSiMeCl2 ആഡ് ചെയ്തു, വീണ്ടും അത് തന്നെ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, അതിന് നമുക്ക് ജനറേഷൻ 2 Cl ആയിട്ട് കിട്ടി. അതായത് ആദ്യം കിട്ടുന്ന ജനറേഷൻ 1, രണ്ടാമത് കിട്ടുന്ന ജനറേഷൻ 2. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം നോക്കുക, ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഒന്നുകിൽ Me2Cl ഉള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ MECl2 ഉള്ള കോമ്പൗണ്ട്. Me2Cl ആഡ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് MECl വ്യത്യാസം വരും. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പക്ഷേ Me2Cl തന്നെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഏത് ചെയ്താലും ഇതാണ് അവസാനത്തെ ഇത് കിട്ടുക എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇതാണ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ സിലിക്കൺ ബേസ്ഡ് കോറിൻ്റെ ഒരു എക്സാമ്പിൾ, ഡൈവേർജൻസ് സിന്തസിസിൻ്റെ ഒരു എക്സാമ്പിൾ. പിന്നെ വേറൊരു എക്സാമ്പിൾ ഉള്ളത് ഈ ഡൈവേർജൻസ് സിന്തസിസ് തന്നെ സൈക്ലോസിലോക്സൈൻ ബേസ്ഡ് എൻഡിമറാണ്. അത് കുറച്ചും കൂടെ സൈക്ലിക്കായിട്ട് കുറച്ചും കൂടെ റൗണ്ട് ആയിട്ടുള്ള കോംപ്ലക്സ് കിട്ടണമെങ്കിലാണ് ഇത് ഒരു ഡബിൾ ബോണ്ടുള്ള ഒരു കോമ്പൗണ്ട് എടുത്തു, സിലിക്കൺ അല്ലെങ്കിൽ കോപ്പർ എടുത്തു 9:1 റേഷ്യോയിലാണ് ആഡ് ചെയ്യേണ്ടത്. അതിലെന്ത് സംഭവിച്ചു, നമ്മുടെ ഈ സിലിക്കൺ അല്ലെങ്കിൽ കോപ്പറിന്ന് സിലിക്കണാണോ കോപ്പർ ഏതെങ്കിലും ഒരു മോളിക്യൂളിനുള്ളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനുള്ളിൽ സിലിക്കൺ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ആ മോളിക്യൂളിനെ വീണ്ടും നമ്മൾ മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചു, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇടയിൽ വന്നിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. അത് നമ്മൾ H2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിയൊരു സൈക്കിളിക്കെല്ലാം ബ്രാഞ്ചസ് ഒക്കെ ഉള്ള സാധനം ഫോം ചെയ്ത് തുടങ്ങും. ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് ഇടയിൽ H2 ആഡ് ചെയ്തുകൊണ്ടാണ് ആ ഓക്സിജൻ മോളിക്യൂൾ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ Me2SiHCl ഹൈഡ്രോസിലൈലേഷൻ വഴി വലിയ മോളിക്യൂള് ജനറേഷൻ 1 കിട്ടി. പിന്നെ വീണ്ടും നമുക്ക് ജനറേഷൻ 2 ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഡൈവേർജൻറ്റിൻ്റെ 2 എക്സാമ്പിൾ. അപ്പോൾ അതാണ് ഒന്നാമത്തെ സിന്തസിസ് വരുന്നത്. അപ്പോൾ ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇത് നിങ്ങൾ വരയ്ക്കേണ്ട, ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്തതാണ്. ഇതിൽ കണ്ടോ 54 ഫെറോസിൻ യൂണിറ്റ് ഉണ്ട്, പെരിഫെറിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ 54 യൂണിറ്റ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. നടുക്കിൽ നിന്ന് കണ്ടോ ഈ കോർന്ന് ഡെവലപ്പ് ചെയ്ത് 54 യൂണിറ്റ് വരെയുള്ള ഒരു സാധനത്തിൽ നിൽക്കുകയാണ്. അത് അങ്ങനത്തെ ഒരു സ്പീഷീസാണ്. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു സ്പീഷീസ് ഈ ഒരു സ്പീഷീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് പെരിഫറിയിൽ വരുന്ന സമയത്ത് ഈ ഫെറോസിൻ യൂണിറ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് പെരിഫറിയിൽ വരുന്ന സമയത്ത് എന്താണ് നമുക്കൊരു ആ സമയത്താണ് നമുക്ക് മൾട്ടി സൈറ്റ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 54 ഇലക്ട്രോൺ വേവ് ഉള്ള ഈ 54 ഫെറോസിൻ യൂണിറ്റ് ഉള്ള സാധനം നമ്മൾ സൈക്ലിക് വോൾട്ടാമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് സൈക്ലിക് വോൾട്ടാമീറ്റർ സ്റ്റഡൈസേഷൻ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, അതിന് നമുക്ക് മനസ്സിലായി ഇത് റിവേഴ്സിൽ ഓക്സിഡൈസ് ചെയ്ത സമയത്ത് എല്ലാ ഫെറോസിൻ യൂണിറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുക, അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് നമുക്കറിയാലോ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മനസ്സിലായി. പിന്നെ അതിനുശേഷം ഈ കോമ്പൗണ്ട് എന്ത് ചെയ്തു, കൺവേർജൻ്റ് സിന്തസിസ് വഴി, ഇത്ര നേരം ഡൈവേർജൻ്റ് ആയിരുന്നു, കൺവേർജൻ്റ് സിന്തസിസ് വഴി അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ എന്താണ്, ഈ കോമ്പൗണ്ട് നമ്മൾ മോഡിഫയിങ് ഇലക്ട്രോഡ്സ് ആയിട്ട് കാറ്റലിസ്റ്റ്, ഈ കോമ്പൗണ്ട്
മോഡിഫൈഡ് ഇലക്ട്രോഡായിട്ട് കാറ്റലിസ്റ്റായിട്ട് സെൻസേഴ്സായിട്ടൊക്കെ നമ്മൾ ബാറ്ററിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺവേർജൻ്റ് സിന്തസിസിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇത് വരയ്ക്കാൻ എന്തായാലും പറ്റില്ല, അപ്പോൾ അതിന് പകരം ഈ ഒരു സ്റ്റെപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് കൺവേർജൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഡെവലപ്പ് ചെയ്ത് അവസാനം സെൻറ്ററിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫെറോസൈനുള്ള കോമ്പൗണ്ട് സിലിക്കണുള്ള നമ്മൾ അതാദ്യം എടുത്തു, പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്യാനുള്ള കോറിൻ്റെ സാധനം നമ്മൾ എടുത്തു, വീണ്ടും കാർസ്റ്റഡ് കാറ്റലിസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്താണെന്ന് പഠിക്കേണ്ട, ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. പിന്നെ എന്ത് ചെയ്തു, ഈ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ OH ഉള്ള ഭാഗമാണ് നമ്മുടെ സെൻറ്ററിൽ വരുന്ന, Fe ഫെറസിൻ്റെ ഭാഗമാണ് പുറത്ത് വരുന്നത്. അപ്പോൾ ഒരു സെഗ്മെൻറ്റ് നമുക്ക് കിട്ടി. ഇതുപോലെ എന്ത് സംഭവിച്ചു, ഈ മോളിക്യൂൾ തന്നെ വീണ്ടും ആഡ് ചെയ്തിട്ട് ഇത് വീണ്ടും ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരെണ്ണമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ K2CO3ൻ്റെയും H2നെ പ്രസൻസ് ചെയ്തപ്പോൾ നമുക്ക് 3 ഈ യൂണിറ്റിൻ്റെ 3 റിപ്പീറ്റ് യൂണിറ്റ് വരെ ഒക്കെ പോലെ ഒരു സൈസ് കിട്ടി. ഇത് വരയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഫെറോസീന്ന് എഴുതിയാലും മതി. ഇത് വരയ്ക്കുന്നതിന് പകരം SI ഫെറോസീൻ അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഈ കോമ്പൗണ്ട് നമ്മൾ A എന്ന് നെയിം ചെയ്ത് കൊടുത്തു. ഈ A എന്ന് പറയുന്ന കോമ്പൗണ്ട് ഈ ഒരു റിയേജൻ്റായിട്ട് ഈ ഒരു മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 54 ഫെറോസിൻ ഡെൻഡ്രിമർ കിട്ടിയെന്ന് എഴുതി വെച്ചാൽ മതി. അതാണ് ഇതിൻ്റെ കൺവേർജൻ്റ് സിന്തസിസിന് ഒരു എക്സാമ്പിൾ. അപ്പോൾ ഒരു ഡൈവേർജൻ്റ് 2 എക്സാമ്പിളും കൺവേർജൻ്റ് 1 എക്സാമ്പിളാണ് ഉള്ളത്. ഒരെണ്ണെങ്കിലും 2 പഠിച്ചു വെക്കാൻ നോക്കുക. ഇതിലിപ്പോൾ എടുക്കുന്ന റിയേജൻസും കാര്യങ്ങളൊക്കെ ആകെ 2-3 റിയാക്ഷൻ ഉള്ളപ്പോൾ അത് പഠിച്ചിരിക്കണം. പിന്നെ ഈ ഒരു വരി വേണ്ടത് വേറൊരു മോളിക്യൂളിൻ്റെ എക്സാമ്പിളാണ്, അത് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് വലുതായതുകൊണ്ട്. പിന്നെ എന്താണ്, നമ്മൾ ഫെറോസിൻ അയൺ അല്ലാതെ വേറെ കുറേ മെറ്റൽസ് ലിഗാൻസും ഒക്കെ വെച്ചിട്ടുള്ള ഡെൻഡ്രിമേഴ്സും ഉണ്ട്. അതിൽ 2 ഡയമെൻഷണൽ പോളിഹെക്സഗണൽ ഗ്രാഫൈറ്റ് ലൈക്ക് പോളിമേഴ്സ് പിന്നീട് ഉണ്ടാക്കി. 135 ട്രൈ ഈഥൈനൈൽ ബെൻസീൻ വെച്ചിട്ട്, അതാണ് നമ്മുടെ കോറ്. അപ്പോൾ അതൊന്നും പഠിക്കാൻ നിൽക്കണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. PT PET ത്രൈസ് 2 ടൈംസ് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മുടെ റിജിഡ് റോഡ് പോളിയൻസ് നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെ പോലെ സിമിലർ ആയിട്ടുള്ളത് കാണിക്കുന്നതാണ് ആ ഒരു മോളിക്യൂള്. ഇനി നമ്മൾ ഈ ഫെറോസിൻ ബേസ്ഡ് ഡെൻഡ്രിമേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോഡ് സർഫസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഇലക്ട്രോഡ്സ് ആണുള്ളത്. പ്ലാറ്റിനം ഉണ്ട്, ഗ്ലാസ് ഇലക്ട്രോഡ് ഉണ്ട്, കാർബൺ ഡിസ്ക് ഇലക്ട്രോഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സർഫസുകൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഫെറോസിൻ്റെ ഫിലിംസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്ത ഇലക്ട്രോഡ്സിനെ ഡ്യൂറബിൾ ആയിരിക്കും, എക്സ്ട്രീംലി ഡ്യൂറബിൾ ആയിരിക്കും, റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കും, ഇലക്ട്രോ ആക്ടിവിറ്റി ഒന്നും ലോസ് ആവുന്നില്ല, മെറ്റീരിയൽ യൂസ് ആവുന്നില്ല. അങ്ങനെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ പ്ലാറ്റിനം പോളിയൻ ബേസ്ഡ് എൻഡിമറിലെ അതിൻ്റെ സ്ട്രക്ചറാണിത്, അതിൻ്റെ പ്രിപ്പറേഷനാണിത്. കണ്ടോ, ഒരു എക്സാമ്പിളാണ്. പറ്റുമെങ്കിൽ വരയ്ക്കുക, പറ്റില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇത് സെയിം സാധനം റിപ്പീറ്റേഷനാണ്. കണ്ടോ, MEO ഈ ഒരു ഫാക്ടർ നമ്മൾ ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതന്നെ റിപ്പീറ്റേഷൻ, ഇവിടെ റിപ്പീറ്റേഷൻ, ഇവിടെ റിപ്പീറ്റേഷൻ. അപ്പോൾ ഒരു സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് വരയ്ക്കണം എന്നേ ഉള്ളൂ. റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ്. ഇതാണ് നമ്മുടെ ഈ മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ. ഫിഗർ 19.8 നമ്മുടെ എഴുതിയിട്ടുണ്ട്. PT PET ത്രൈസ് 2 ഈ സാധനം അതായത് ഫെറോസിൻ അല്ലാതെ ഉള്ളൊരു ഇതിന് എക്സാമ്പിളാണ്, പ്ലാറ്റിനം ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിന്. ഇനി നമ്മളിത് എന്താണ്, ഈ ഒരു ഡെൻഡ്രിമർ എന്ന് പറയുന്നത് ഹോമോജീനസ് ആൻഡ് ഹെറ്ററോജീനസ് ആയിട്ടുള്ള ഇൻ്റർഫേസിൽ വരുന്ന ഒരു സംഭവമാണല്ലോ. ഉള്ളിലാണെങ്കിൽ കുറച്ച് സാധനങ്ങളുള്ളൂ, പുറത്തേക്ക് വരുമ്പോൾ ഹെറ്ററോജനിറ്റി കൂടി വരും. അപ്പോൾ ഈ ഡെൻഡ്രിമറിന് നമുക്ക് ഹോമോജനസ് സൊല്യൂഷനിൽ ഒരു കാറ്റലൈസ് ആയിട്ട്, അതായത് ഡെൻഡ്രിമർ ബേസ്ഡ് കാറ്റലിസ്റ്റിന് നമുക്ക് ഹോമോജൻ സൊല്യൂഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നാനോ ഫിൽട്രേഷനൊക്കെ വഴി റീസൈക്കിൾ ചെയ്യാം. അങ്ങനെ നമുക്ക് ആ കാറ്റലിസ്റ്റ് ആണെങ്കിൽ അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ചിലപ്പോൾ റിയാക്ട് ചെയ്ത് പോയാലും റീസൈക്കിൾ ചെയ്യാനും പറ്റും, അല്ലാണ്ടും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട് നമ്മൾ കാറ്റലിസ്റ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതായത് ഈ ഡെൻഡ്രിമർ ബേസ്ഡ് കാറ്റലിസ്റ്റിന് ഹോമോജനസ് സൊല്യൂഷനിൽ റിയാക്ട് ചെയ്യാൻ പറ്റും. ഈ കാറ്റലിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അതായത് ഈ റിയാക്ട് ചെയ്ത് പോകാനും പറ്റും, അതല്ല റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും കാറ്റലിസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ കാറ്റലിസ്റ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡെൻഡ്രിമേഴ്സിനെ ഉപയോഗിക്കാൻ പറ്റും. അത് ഹോമോജനസ് കാറ്റലിസ്റ്റിലെ ഒരു പ്രശ്നമാണ്, നമുക്ക് തിരിച്ച് കാറ്റലിസ്റ്റ് റിക്കവറി പോസിബിൾ അല്ല എന്നുള്ളത്. കാരണം ഹോമോജനസ് അല്ലേ, എല്ലാം സെയിം അല്ലേ, പറ്റില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളതിന് പറ്റും. പിന്നെ വേറൊരു ആപ്ലിക്കേഷനാണ് ഫെറോസിൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗാനിക് ഡെൻഡ്രിമേഴ്സിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെറോസിൻ ഉപയോഗിക്കാൻ പറ്റും, ഈ അറയിൽ കോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ
അത് ഉണ്ടാകുന്നതിന് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് നമ്മൾ മെസിറ്റിലിൻ യൂണിറ്റ്, അതിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ അല്ലൈൽ ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വലിയൊരു എന്താ പറയുക, നമ്മുടെ റിങ് സൈക്ലോപെൻറ്റൈൽ റിങ് ഉണ്ടായിരിക്കും ഫെറോസിൻ്റെ, അതിൽ നിന്ന് നമുക്ക് AlCl3യുടെ പ്രസൻസിൽ, അതുപോലെ പിന്നീട് ഒരു സ്ട്രോങ് ബേസിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ഡെൻഡ്രിമർ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഓർഗാനിക് ഡെൻഡ്രിമർ ഉണ്ടാക്കുന്ന എക്സാമ്പിൾ നമ്മൾ 6 ഗ്രൂപ്പ് വെച്ചിട്ടുള്ള സാധനമാണ്. പറ്റുന്ന പോലെ പഠിക്കാം, വരയ്ക്കാൻ എളുപ്പമാണ്. ആക്ച്വലി കുറച്ച് സൈസ് ഉണ്ടെന്നേ ഉള്ളൂ. 6 Me2 6 എല്ലായിടത്തും വെച്ചാൽ മതി. ഉള്ളിലൊരു റിങ് വരയ്ക്കുക, പിന്നെ ബ്രാഞ്ച് വരയ്ക്കുക. 3 യൂണിറ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റാണ്. അതായത് നമ്മൾ ആദ്യം കണ്ടോ, ഇത് നമ്മൾ ഫെറസിന് എടുത്തു, മെസിറ്റിലിൻ ഇതിലേക്ക് ആഡ് ചെയ്തു AlCl3യുടെ പ്രസൻസിൽ. ഇപ്പോൾ ഫെറസിനുമേ സൈക്ലോപെൻറ്റൈൽ റിങ് ഉണ്ട്, ആ റിങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് മെസിറ്റിലിൻ ഗ്രൂപ്പ് വരുന്നതാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വരുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഈ അരൈൽ റിങ്ങിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും, റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയാണ് ഓർഗാനോമെറ്റൽ ഡെൻഡ്രിമേഴ്സിന് പഠിക്കാനുള്ളത്. സിന്തസിസ്, അപ്ലിക്കേഷൻ, പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.